നിങ്ങളെല്ലാവരും നല്ല തയ്യാറെടുപ്പിലാണെന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്. ഹജ്ജ് കർമ്മം എന്നത് സാധാരണയിൽ ഒരാളുടെ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപൂർവമാണ് ആവർത്തിച്ച് ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടാവുക. ഒറ്റത്തവണ മാത്രമാണ് അത് ഒരാൾക്ക് നിർബന്ധമുള്ളൂ. മറ്റുള്ളതൊക്കെ ഐച്ഛികമായ രീതിയിലാണ് വരിക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരാശങ്ക, പ്രശ്നം എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാം, ഇത് പൂർണ്ണമായിട്ടും എനിക്ക് ചെയ്യാൻ കഴിയുമോ, ആകെ ബേജാറാണ് എന്ന ഒരു രീതി ഉണ്ടാവും. പലരും പറയാറുണ്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊന്ന് കാര്യമായിട്ട് ചെയ്യണമെന്ന് പറയും. ഇപ്പോഴാണ് എല്ലാം ഒന്ന് മനസ്സിലായത് എന്നർത്ഥം. അപ്പോൾ സത്യത്തിൽ അങ്ങനെ അത്രത്തോളം ബേജാറാവാനുള്ള സങ്കീർണമായ സംഗതികളൊന്നുമില്ല. വളരെ ലളിതമായ ഒരു കർമ്മമാണ്. നമ്മളെല്ലാവരും നമുക്ക് ബോധം വെച്ച നാൾ മുതൽ നിസ്കരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമസ്കാരത്തിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ലളിതമായ ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ എന്തെങ്കിലും ഒരു വരി, ഒരു വാചകം പോലും ചൊല്ലൽ നിർബന്ധമുള്ളതായി ഹജ്ജിലില്ല. അതിനേക്കാൾ ലളിതമായിട്ട് എങ്ങനെ പിന്നെ ഇതുണ്ടാവുക? ഒരു വാക്ക് ഇപ്പോൾ നിസ്കരിക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറയണം. അങ്ങനെ നിർബന്ധമാണ്. ഫാത്തിഹ നിർബന്ധമാണ്. നിർബന്ധമുള്ള കുറേ കാര്യങ്ങൾ ചൊല്ലാൻ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഒരു വാക്ക് പോലും, ഒരു വരി പോലും നിർബന്ധമായും ചൊല്ലണം എന്ന് ഹജ്ജിൽ ഇല്ല. അത്ര ലളിത, സുന്ദര, മനോഹരമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളതിന്ന് പഠിക്കും. അതിന് ഒരു സംശയവുമില്ലാത്ത വിധം ഇനി അവിടെ അങ്ങ് എത്തിക്കിട്ടിയാൽ മതി, എന്നാൽ നമുക്ക് അതങ്ങ് നിർവഹിക്കാം എന്ന നിലയിൽ നമ്മൾ പഠിക്കും. പഠിക്കും ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണം നിങ്ങളോട് പറയണം. പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ. അത് ഇല്ലെങ്കിൽ വേണ്ടട്ടോ. ഈ സാധനം കണ്ടുപിടിച്ച അന്ന് മുതൽ തന്നെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് വ്യക്തമല്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ തന്നെ മതി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ. ക്ലിയർ അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുകളയാം. കാരണം എന്താ പറയുക, അത് ക്ലിയർ ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഇൻഷാ അല്ലാഹ് അത് വേണ്ട. അല്ലാണ്ട് തന്നെ സെറ്റല്ലേ? നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തിരിയുമെന്ന് തോന്നിയോ? മനസ്സിലായിട്ടില്ലേ? അത് മതി. ഓക്കെ. അപ്പോൾ 3 രീതിയിലാണ് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുക. 3-ലേതെങ്കിലും ഒരു രീതി മതി. 3 രീതികൾ. ഒരു രീതി തമത്തു ആണ്, മറ്റൊന്ന് ഖിറാനാണ്, ഇനിയും ഒന്ന് ഇഫ്രാദാണ്. ഈ പദങ്ങളൊക്കെ എങ്ങനെ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ആകെ മൊത്തം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. ഇനി പഠിച്ചാൽ ഓക്കെ, അത് കുറച്ചും കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞൊക്കെ കൊടുക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ തമത്തു ആയ രീതിയുണ്ട്, ഖിറാൻ എന്ന രീതിയുണ്ട്, ഇഫ്രാദ് എന്ന രീതിയുണ്ട്. ഓക്കെ. എന്താണ് ഈ 3 രീതികൾ തമ്മിലുള്ള വ്യത്യാസം? തമത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മീഖാത്തിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും മക്കത്തെത്തി ഉംറ നിർവഹിച്ച് തഹല്ലുലായി പിന്നെ അവിടെ ഒക്കെ താമസിച്ച് ഹജ്ജിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹജ്ജിന് വേണ്ടി വേറെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന രീതിയാണ്.
അപ്പോൾ ഉംറയുടെയും ഹജ്ജിൻ്റെയും ഇടയിൽ സാധാരണ ജീവിതം ഉണ്ടാകും. ഇതാണ് തമത്വമായ ഹജ്ജ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒറ്റ ഇഹ്റാമിൽ തന്നെ നിർവഹിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു, അതേ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാതെ തന്നെ ഹജ്ജ് നിർവഹിക്കുന്നു. ഇഫ്രാദ് എന്ന് പറയുന്നത് ഉംറല്ല, ഹജ്ജ് മാത്രം നിർവഹിക്കുന്നു. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, പിന്നീട് വേണമെങ്കിൽ ഹജ്ജിൻ്റെ ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉംറ ഒക്കെ വേറെ ഇഹ്റാം ചെയ്ത് നിർവഹിക്കാം. ഇങ്ങനെ 3 രീതിയാണ്. ഈ 3 രീതിയിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി എന്നതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്രത്തിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത് തമത്വമായ രീതിയാണ്. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ സാധാരണ നിർവഹിക്കുന്ന ഒരു രീതിയാണ് തമത്വമായ രീതി. ഇനി ഖിറാൻ എങ്ങനെയാണ്, ഇഫ്രാദ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ അവതരണത്തിന് ശേഷം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാനേ ഉള്ളത്. കാരണം ഇതിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഓക്കെ, അത് പുറത്തെടുത്ത് വെച്ചാൽ. അല്ലാഹു സുബ്ഹാനഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണത് എന്നതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ബഹുമാന്യനായ ശിഹാബ് സാഹിബിൻ്റെ സംസാരത്തിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് അസർ സാഹിബ് സംസാരിക്കാനുണ്ട് സമാപനമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം അതും കൂടി പറയും. നമ്മളിപ്പോൾ നേരെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കിടക്കുക. ആദ്യം നമ്മൾ ഉംറയെക്കുറിച്ച് പറയാം. കാരണം നമ്മൾ തമത്വമായ രീതിയിലാകുമ്പോൾ നമ്മൾ ഉംറയാണ് ആദ്യം നിർവഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, മാനസികമായ ഒരുക്കം വേണം, ആത്മീയമായ ഒരുക്കം വേണം, സാമ്പത്തികമായ ഒരുക്കം വേണം, ശാരീരികമായ ഒരുക്കം വേണം, വൈജ്ഞാനികമായ ഒരുക്കം വേണം. കുറേ ഒരുക്കങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരുക്കങ്ങളിൽ സാമ്പത്തിക ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹജ്ജിനെ അപേക്ഷിച്ച സംഗതികളൊക്കെ ആയി. ശാരീരികമായ ഒരുക്കം ഇനിയും ചിലപ്പോൾ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. കുറച്ചൊന്ന് ഒരുങ്ങുന്നത് നല്ലതാണ്. ജീവിതത്തിൽ നടത്തം മറന്നുപോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പണ്ടൊക്കെ നടന്നിരുന്നു, എങ്ങനെയായിരുന്നു നടക്കലെന്ന് മറന്നുപോയ ആൾക്കാരുണ്ടാവും. കാരണം നമ്മളെ വാഹനവും സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അങ്ങനെ മറന്നുപോയ ആൾക്കാർ ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം മുതൽ ഈവനിങ് വാക്ക് മുതൽ ഒന്ന് നടന്ന് ശീലിക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ ചെന്നിട്ട് ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അനുഭവം അല്ലാതെ സംഗതികൾ ഈസി ആവാൻ അത് നന്നാവും. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായ ഒരുക്കം വേണം. പിന്നെ നമ്മളെ ഭക്ഷണക്രമത്തിലും മറ്റുമൊക്കെ നമ്മുടെ പല ശീലങ്ങളുണ്ടാകും. ആ ശീലങ്ങളിൽ പലതും നമുക്ക് മാറ്റാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. വീട് മാറിക്കിടന്നാലോ മുറി മാറിക്കിടന്നാലോ മുറിൻ്റെ അകത്ത് തന്നെ സ്ഥലം മാറിക്കിടന്നാലോ ഉറക്കം വരാത്ത ആൾക്കാരും അങ്ങനെ ഭക്ഷണത്തിൽ ചിലതൊക്കെ വേണം ചിലത് വേണ്ട എന്ന ശീലമുള്ളവരൊക്കെ ഉണ്ടാവും. അത്തരം എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്രയോട് കൂടിയിട്ട് എന്തായി കിട്ടും, മാറിക്കോട്ടെ എന്ന് വെക്കണം. എത്രത്തോളം അതിൽ വിട്ടുവീഴ്ചക്കും മാറ്റത്തിനും നിങ്ങൾ തയ്യാറാണോ അത്രത്തോളം ഇത് എളുപ്പമാകും. എത്രത്തോളം ഞാൻ മാറൂല എന്ന് വിചാരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്കും പ്രയാസമാവും, നിങ്ങളെ കൂടെ ഉള്ളവർക്കും പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് മാറണം നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയൊക്കെ ശാരീരികമായ ആത്മീയമായ ഒരുക്കം, ആരാധനകളിൽ ഉള്ള സജീവത, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അതൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇനി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി ഹജ്ജൊക്കെ നിർവഹിച്ചിങ്ങ് വരാം ഇൻഷാ അല്ലാഹ്. വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ബന്ധുക്കളോടും ആളുകളോടൊക്കെ യാത്ര പറഞ്ഞ് ഇങ്ങനെ ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രം പറയുന്ന സമയത്ത് പലപ്പോഴും കുറേ സുന്നത്തുകളൊക്കെ പറയും. അതിൽപ്പെട്ട ഒന്നാണ് ദീനി ബോധമുള്ള ആളുകളുമായിട്ട്, തഖ്വയുള്ള ആളുകളുമായിട്ട്
കൂടിയാലോചിക്കുക, പിന്നെ ബന്ധുക്കളോട് യാത്ര പറയുക, ഇടപാടുകളൊക്കെ തീർക്കുക, അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ഇൻഷാ അല്ലാ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും അല്ലേ? ഹജ്ജിന് വേണ്ടി മാത്രമല്ല, ഏത് യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. ഇതൊക്കെ നമ്മൾ ഹജ്ജിന് മാത്രമല്ല സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഹജ്ജിനാവുമ്പോൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഒരുങ്ങി നമ്മൾ പ്രധാന രീതിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഇറങ്ങുന്നു, വാഹനത്തിൽ കയറുന്നു. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് വാഹനത്തിൽ കയറുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നു. അപ്പോൾ നമ്മൾ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തമത്വ ആയിട്ടുള്ള രീതിയാകുമ്പോൾ ആദ്യം ഉംറയിലേക്കാണ് പ്രവേശിക്കുക. ഉംറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് ഇഹ്റാമാണ്. ഇഹ്റാം 4 കാര്യങ്ങളാണ് ഉംറക്കുള്ളത്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി മുറിക്കുക അല്ലെങ്കിൽ മുടി വടിക്കുക. 4 കാര്യങ്ങളാണുള്ളത്. 1 എല്ലാവരും പറയണം: ഇഹ്റാം, തവാഫ്, സഅയ്, മുടി മുറിക്കുക. ഈ 4 കാര്യങ്ങൾ ഇതിൻ്റെ ഘടകങ്ങളാണ് ഉംറയുടെ. ഇതിനോട് ഒന്നുകൂടി ചേർത്താൽ ഹജ്ജിൻ്റെ റുക്നുകളാവും. അത്ര എളുപ്പമാണ്. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മീഖാത്തുകളിൽ വെച്ചായിരിക്കണം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ സമയപരമായോ സ്ഥലപരമായോ ഉള്ള അതിരിനാണ് മീഖാത്ത് എന്ന് പറയാം. സമയപരം നമുക്ക് ഇപ്പോൾ ഉംറക്ക് ബാധകമല്ല, ഹജ്ജിന് ബാധകമാണ്. അപ്പോൾ സ്ഥലപരമായിട്ടുള്ള മീഖാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് മദ്രസയിലൊക്കെ വെച്ച് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ യലംലം കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹജ്ജിന് പോയ ആൾക്കാരും കണ്ടിട്ടൊന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ യലംലം തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മുഖേനയാണ്, വിമാന യാത്രയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വിമാനയാത്ര ചെയ്യുമ്പോൾ 2 നിലക്കാണ് നമ്മൾ പോവുക. ഒന്നുകിൽ മദീനയിലേക്ക് അല്ലെങ്കിൽ ജിദ്ദയിലേക്ക്. ഒന്നുകിൽ മക്കയിലേക്ക് പോകും അല്ലെങ്കിൽ മദീനയിലേക്ക് പോകും. അത് നമ്മൾ പോകുന്ന യാത്രാ സംഘത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ആദ്യം മക്കയിലേക്ക് പോകുന്നവരുണ്ടാവും, ആദ്യം മദീനയിലേക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ ആദ്യം മക്കയിലേക്ക് പോകുന്നവരാണെങ്കിൽ, ജിദ്ദ എയർപോർട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആകാശത്ത് വെച്ച് നമ്മൾ മീഖാത്ത് വിട്ട് കിടക്കും. ഇതാ മീഖാത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? മീഖാത്തൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മീഖാത്തിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറേ മുമ്പേ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കും. അപ്പോൾ മീഖാത്തിന് മുമ്പേ പ്രവേശിക്കണം. മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളൂ. മീഖാത്തിൽ വെച്ചോ അതിന് മുമ്പോ ഇഹ്റാമിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുക. മദീനയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മദീനയിലേക്ക് സാധാരണ പോലെ പോകുന്നു. മദീനയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മദീനക്കാരുടെ മീഖാത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇഹ്റാമിൽ പ്രവേശിക്കും. ഓക്കെ. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക എന്നാണ്. നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഹറാമാക്കൽ? ഹജ്ജ് എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമല്ലേ? ഇസ്ലാം കാര്യത്തിൽ ഒരു സ്തംഭമാണല്ലോ. പിന്നെന്താ ഹറാമാക്കൽ? ഇത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണിത്. എന്താണ് എല്ലാ ദിവസവും ചെയ്യുന്ന ഇഹ്റാം? എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഹറാമാക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല അനുവദിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമസ്കാരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല, അല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, ആൾക്കാരോട് വർത്താനം പറയാം,
ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഇതൊക്കെ ഹലാലാണ്. പക്ഷേ നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇതൊന്നും പറ്റൂല. അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഹലാലായ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ബോധപൂർവം നിയ്യത്ത് വെച്ചിട്ട് അതൊക്കെ ഹറാമാക്കുന്നു. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ കൈകെട്ടുന്നത്. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റൂല, ആൾക്കാരോട് വർത്താനം പറയാൻ പറ്റില്ല, ഫോൺ നോക്കാൻ പറ്റില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഹലാലായ തന്നെയാണത്, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കും. എങ്ങനെ വിരമിക്കുക? നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് വിരമിക്കുക. എന്താണ്? സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തിരിഞ്ഞു നോക്കി. നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? പക്ഷെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആ കാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ്, അല്ലേ? ഇതുപോലെ തന്നെ ആണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി മുടി മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, മുടി വടിക്കാൻ പാടില്ല. പക്ഷെ അയാൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുന്നത് എങ്ങനെയാണ്? മുടി മുറിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. വീട്ടിൽ നിന്നാവാം, എയർപോർട്ടിൽ നിന്നാവാം, ഹജ്ജ് ക്യാമ്പിൽ നിന്നാവാം, എവിടെ നിന്നും ആവാം. ആദ്യം നമ്മുടെ ശരീരം ഒന്ന് നന്നായി ശുദ്ധിയാക്കണം. അപ്പം നഖം മുറിക്കുക, മീശ വെട്ടുക, അതേപോലെ കക്ഷത്തിലും ഗുഹ്യസ്ഥാനത്തും ഒക്കെയുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക. അങ്ങനെ മൊത്തം ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് കുളിക്കുക. ഇഹ്റാമിന് വേണ്ടി ഉള്ള കുളി. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നാവാം, ക്യാമ്പിൽ നിന്ന് എവിടെ നിന്നാന്നുള്ള വിഷയമല്ല. ഇഹ്റാമിന് മുമ്പ് അത് ചെയ്യണം എന്നതാണ്. അങ്ങനെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ. അല്ലെങ്കിൽ ഇനി എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. പിന്നെ ഏതെങ്കിലും ഒരു നിർബന്ധ നമസ്കാരത്തിന് ശേഷം ആയാൽ നല്ലത്. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക ഇഹ്റാമിൻ്റെ മുമ്പ്. എന്നിട്ട് പുരുഷന്മാർ പ്രത്യേക വസ്ത്രം ധരിക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രം ഇല്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലായ്പ്പോഴും ഇഹ്റാം വസ്ത്രത്തിലാണ്, അങ്ങനെ പറയുകയാണ് കുറച്ചുകൂടി നല്ലത്, അല്ലേ? എല്ലായ്പ്പോഴും ഇഹ്റാം വസ്ത്രത്തിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ അങ്ങനെയാണ്. മുഖവും മുൻകൈ ഒഴികെ ബാക്കിയൊക്കെ മറച്ചിട്ടുള്ള അവസ്ഥയാണ് സ്ത്രീകളുടെ ഇഹ്റാം വസ്ത്രം. കളറൊന്നും പ്രശ്നമല്ല, ഏതായാലും ഓക്കെ. പുരുഷന്മാർക്ക് കളർ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ നല്ലത് വെള്ളയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും, വേറൊന്നും വേണ്ട. സോക്സ്, ബനിയന്, ഷെഡ്ഡി ഇങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട. വസ്ത്രമായിട്ടുള്ള വേറൊന്നും വേണ്ട. ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും. അതിവിടെ ഉടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും. അപ്പോൾ ഇഹ്റാമിന് മുമ്പ് ശരീരം ശുദ്ധിയാക്കുക, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, കുളിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഇഹ്റാം വസ്ത്രം ധരിക്കുക. ഇഹ്റാം വസ്ത്രം ധരിച്ചിട്ടാണോ നിസ്കരിക്കേണ്ടത്, നിസ്കരിച്ചിട്ടാണോ ധരിക്കേണ്ടത്, അതിലൊന്നും പ്രത്യേകിച്ച് നിഷ്കർഷ ഇല്ല. 2 രീതിയിലും ചെയ്യാം. എന്നിട്ട് ഇഹ്റാം വസ്ത്രം ധരിക്കുക. ഒന്ന് ഉടുക്കാനും ഉണ്ടാവും, ഒന്ന് പുതയ്ക്കാനും ഉണ്ടാവും. ഇത് സാധാരണ നമ്മൾ മുണ്ടുടുക്കണ പോലെ തന്നെ ഉടുത്താൽ മതി. പക്ഷെ പല ആളുകളും പാൻസ് ധരിക്കുന്നവർക്ക് എങ്ങനെയാ ഇപ്പോൾ ഇത് മുണ്ടുടുക്കുക എന്നുള്ള വമ്പിച്ച ആശങ്ക ഉണ്ടാവും. ആശങ്ക ഇപ്പം ഇന്ന് തീരാൻ പോവാണ്, ഇപ്പം തീരും, ഇനി ആശങ്കയല്ല. ഒരുവിധ ആശങ്കയൊക്കെ ഒന്ന് തീരണം. മുണ്ടിതാ, ഈ മുണ്ട് ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഉള്ളൊരു ചെറിയൊരു ടെക്നിക്കാണ് പറയുന്നത്. നമ്മൾ സാധാരണ പോലെ മുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉടുക്കുമ്പോൾ നമ്മൾ നിര്യാണിൻ്റെ മേലൊക്കെ ആയിട്ടാണല്ലോ ഉടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നിലത്ത് ഉള്ള രീതിയിൽ ഇങ്ങനെ വെക്കുക. ശ്രദ്ധിക്കണേ എല്ലാവരും, നിലത്തായിക്കോട്ടെ കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ വെക്കുക. അത് നന്നായിട്ട് അങ്ങോട്ട് വെച്ച് നിലത്തായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തിരിക്കുക. അതാ ഇങ്ങനെ തിരിക്കുക. അങ്ങനെ ഏതുവരെ തിരിക്കുകയെന്ന് വെച്ചാൽ നെര്യാണിൻ്റെ മേലെ എത്തണ നമ്മളേതാണോ പാകം അതുവരെ തിരിക്കുക. അതിങ്ങനെ തിരിച്ചാൽ ഇതാ എത്തിയോ? ഓക്കെ, കഴിഞ്ഞ്.
അപ്പോൾ അത് കാല് നീട്ടി വെച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല, എത്രയും നീട്ടി വെക്കാം. ഇങ്ങനെ എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പിടിച്ചു വലിച്ചാൽ മുണ്ട് കീറിപ്പോവാന്നല്ലാതെ അഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുത്തി പിന്നെ പോകുമ്പെല്ലാം പിന്നെയും കുത്തി അത് പിന്നെ അഴിച്ച് ഇതിനൊന്നും നിൽക്കണ്ട. അതൊറ്റ ലോക്ക് ചെയ്താൽ പിന്നെ നമ്മൾ മൊത്തം കഴിഞ്ഞ് തഹല്ലുലാവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അഴിച്ചാൽ മതി. ഇത് വലിക്കുന്നതിനനുസരിച്ച് ഇത് ലോക്കാവും. ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇത് ലോക്കാവുകയാണ് ചെയ്യാം. ഇത്ര പണിയുള്ളൂ. ക്ലിയർ അല്ലേ? ഇത് ഇഹ്റാമിന് മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുണ്ടുകൊടുത്ത് അഴിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉടുത്തു. അങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മുണ്ട് നമ്മളെ കയ്യിലുണ്ട്. ഈ മുണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, പുതയ്ക്കുന്നു. സാധാരണ പോലെ പുതയ്ക്കുന്നു. എയർപോർട്ടിൽ വെച്ച് തന്നെ ചില ആൾക്കാർ കൈയൊക്കെ പുറത്ത് ആക്കുക, അങ്ങനെ നാക്കണ്ട. സാധാരണ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ പൊതിച്ചാൽ മതി. അങ്ങനെ പൊതിച്ചാൽ മതി. ഇത്ര പണിയുള്ളൂ. എപ്പോഴാണ് കൈ പുറത്താക്കേണ്ടത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പം ഇങ്ങനെ മതി. അപ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ മുണ്ടെടുത്തു, പിന്നെ ഇങ്ങനെ പുതുക്കുകയും ചെയ്യും. മുണ്ടഴിഞ്ഞു പോവോ? അഴിഞ്ഞു പോവോ? ഇല്ല. ഏതാ? അല്ല, ഒരു കുഴപ്പമില്ല. വയറ് കൂടുതലുണ്ടെങ്കിൽ ഒരു കേട്ടാൻ ഒരു സുഖം ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. പിന്നെ ബെൽറ്റ് ഉപയോഗിക്കാം. ബെൽറ്റിന് തുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. വസ്ത്രം തുന്നിയതാവരുതെന്നേ ഉള്ളൂ. ബെൽറ്റ് വസ്ത്രമാണോ? അല്ല, അതുകൊണ്ട് പറ്റും. ഇങ്ങനത്തെ ടാഗ് ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല. വാച്ച് കെട്ടാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഏതായാലും ഹജ്ജിനൊക്കെ പോവല്ലേ, ഒരു കുറച്ചൊരു ഭക്തി ആയിക്കോട്ടെ വിചാരിച്ച് തലയിലൊന്നും തൊപ്പിയൊന്നും ഇടണ്ട. അത് തലമറയ്ക്കാൻ പാടില്ല. പുരുഷന്മാർ തലമറയ്ക്കാൻ പാടില്ല. സുഗന്ധം ഉപയോഗിക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഈ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ദേഹത്ത് നല്ല അത്രയൊക്കെ ആണെങ്കിൽ ദേഹത്ത്, ചിലത് ദേഹത്ത് തേച്ചാൽ പൊള്ളും. അങ്ങനെ പൊള്ളാത്ത നല്ല ഒക്കെ ആണെങ്കിൽ ദേഹത്തൊക്കെ തേക്കാം. അതേ സമയത്ത് ഇഹ്റാം വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ അത്ര സ്പ്രേ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എണ്ണ മെഴുക്ക് കാര്യങ്ങളില്ല. അങ്ങനത്തെ സംഗതികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇഹ്റാമിൽ പാടില്ലാത്തതെല്ലാം ഒഴിവാക്കണം. ഒരു മുണ്ട് ഉടുക്കുന്നു, ഒരു മുണ്ട് പുതയ്ക്കുന്നു, റെഡിയായി. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ ധരിക്കുന്ന എല്ലാ ഡ്രസ്സും ധരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് ആണ് ഈ രണ്ട് വസ്ത്രം. അതിൽ തന്നെ കാൽപാദം ബൂട്ട്, ഷൂ പോലുള്ള സാധനം കൊണ്ട് പൂർണ്ണമായിട്ട് മറക്കരുത്. മുന്നിൽ നിന്ന് നോക്കിയാൽ വിരലുകളും പിന്നിൽ നിന്ന് നോക്കിയാൽ കാലിൻ്റെ മടമ്പും കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് കെട്ടും മറയും ഒക്കെ ഉള്ള ചെരുപ്പിന് പകരം കുറച്ച് സ്ലിപ്പോൺസ് പോലെയുള്ള ഉണ്ടല്ലോ, ലളിതമായ ചെരുപ്പാണ് ധരിക്കേണ്ടത്. പിന്നെ ഒരു അളവ് ഇതാണ്, വിരലും കാണണം മടമ്പും കാണണം, ആ സ്വഭാവത്തിലുള്ള. എന്നിട്ട് നമ്മൾ മുത്തമത്തി ആണ്, അതായത് തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ. നിയ്യത്ത് പറയൽ സുന്നത്തുള്ള നിയ്യത്താണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും നിയ്യത്ത്. മറ്റു നിയ്യത്തൊന്നും പറയേണ്ടതില്ല. നമ്മളങ്ങ് ഇപ്പോൾ നിസ്കരിക്കുകയാണെന്ന് നിയ്യത്ത് ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് പറയൽ സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ, അല്ലെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയാം. ഇനി നമുക്ക് പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇത്ര സങ്കീർണമൊന്നല്ല, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇനി നമ്മൾ നഖം മുറിക്കരുത്, മുടി മുറിക്കരുത്, സുഗന്ധം ഉപയോഗിക്കരുത്, പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണ മെഴുക്ക് പോലുള്ളത് ഉപയോഗിക്കരുത്, വിവാഹാലോചന നടത്തരുത്, വിവാഹത്തിന് പിന്നെ വക്കാലത്ത് കൊടുക്കരുത്, വിവാഹം അതുപോലെയുള്ള സംഗതികൾ പാടില്ല, ഭാര്യാഭർത്തൃബന്ധം പാടില്ല. അപ്പം ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ ഇനി എന്താണ്, നമ്മൾ ഒഴിവാണ്. വല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. അതതിൻ്റെ പുറമെയാണ്. എന്താണെന്ന് വെച്ചാൽ അശ്ലീലങ്ങൾ, തർക്കങ്ങൾ,
അതേപോലെ തന്നെ ആഭാസത്തരങ്ങൾ, വേണ്ടാധീനങ്ങൾ, ഇതൊന്നും ഇല്ല. അങ്ങനത്തെ ഒന്നും പാടില്ല. ഇപ്പം സമയത്രയായി? രാത്രി 12:20 അല്ലേ, പകല്. അപ്പം നമ്മളോട് ഒരാൾ പറയാണ് ഇപ്പം രാത്രി 12:20 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണോ അല്ല അത് പകല് 12:20? അല്ല രാത്രിയാണ്. എന്നാ ആയിക്കോട്ടെ എന്ന് വെച്ചേക്കണം. സംഗതി മനസ്സിലായോ? പിന്നെ അത് പകലാന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യണ്ട, ആദ്യത്തത് അയാൾക്ക് തെറ്റിപ്പോയതാന്നുള്ള നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് അയാൾ സ്വീകരിച്ച് ഇല്ലെങ്കിൽ മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ എയർപോർട്ടാണ്, ഞാൻ പണ്ട് 67 പോയതാണ്, അന്ന് പോകുമ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് കൂടെയുള്ള ആൾക്കാരോട് തർക്കിക്കാൻ മെനക്കെട്ട് നമ്മളെന്താക്കരുത്, നമ്മൾ ഇഹ്റാം കളയരുത്. അതിന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടാ പിന്നെ തർക്കം വേണ്ട. അങ്ങനെ ഇഹ്റാമിൽ പൊതുവിൽ ആർക്കും പാടില്ലാത്ത കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ വിവാഹം, അതുപോലെ ലൈംഗികത, ഇങ്ങനത്തെ സംഗതി ആണിനും പാടില്ല പെണ്ണിനും പാടില്ല. ആണിന് പ്രത്യേകം പാടില്ലാത്ത കാര്യമാണ് തല മറയ്ക്കാൻ പാടില്ല, കാൽപാദങ്ങൾ പൂർണ്ണമായി മൂടുക എന്നത് പാടില്ല, അങ്ങനെ വേറെ തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. ആ നിലക്ക് ഓക്കെ. എന്താണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാം, അവസാനം ചോദിക്കുക, പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴും ചോദിക്കാം. അല്ല സാർ, നമ്മളവിടെ എത്തിയില്ല. നമ്മളിങ്ങനെ പോണേൻ്റെ അടുക്കുള്ളത് മാത്രം ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ എയർപോർട്ടിലുള്ളത്. അങ്ങനെ ഇഹ്റാമിൻ്റെ കുളിയുടെ സമയത്ത് സോപ്പ് ഉപയോഗിക്കാം, കുളിച്ച് കഴിഞ്ഞിട്ട് ദേഹത്ത് അത്തർ പുരട്ടാം, പിന്നെ എണ്ണ ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല. അത് കാരണം നമ്മൾ ഇഹ്റാമിലല്ല, അതിൻ്റെ മുമ്പ് സാധാരണ ഒരു മനുഷ്യനാണല്ലോ. ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷമാണ് പാടില്ലാത്തത്. നിയത്ത് ചെയ്യും, പക്ഷെ ഇഹ്റാമിലല്ല. ഇപ്പം നമ്മൾ ഒതു എടുക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒതു എടുക്കുന്നത്. പക്ഷെ നിസ്കാരത്തിലേതുപോലെ ഒതു എടുക്കുമ്പോൾ തിരിഞ്ഞു പോയിക്കൂടാന്നില്ലല്ലോ. ഒതു എടുക്കുമ്പോൾ തിരിഞ്ഞൊക്കെ നോക്കാമല്ലോ. അപ്പോൾ നിസ്കാരത്തിൽ കയറിയാൽ പറ്റൂല. അപ്പോൾ കുളിക്കുമ്പോൾ എന്ത് ചെയ്യാം, അതൊക്കെ പറ്റും. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷവും കുളിക്കാം, അന്നേരം അതൊന്നും പറ്റൂല. ഇപ്പം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്കും എന്ത് ചെയ്യാം, ക്ഷീണം മാറാൻ വേണ്ടി കുളിക്കാം, ദേഹം ശുദ്ധിയാക്കാനും കുളിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അപ്പം എന്ത് ചെയ്യാൻ പാടില്ല, എണ്ണ ഉപയോഗിക്കരുത്, സുഗന്ധം ഉപയോഗിക്കരുത് എന്നതൊക്കെ സൂക്ഷിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. എന്താ ഹറാമായ കാര്യങ്ങൾ ഇരുന്നോളി. ഹറാമായ കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം ഹറാമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തല മറയ്ക്കുക, തുന്നിയ വസ്ത്രം ധരിക്കുക പോലുള്ളത്. ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. വിവാഹം, വിവാഹാലോചന പോലുള്ള സംഗതികൾ അത് കാണിനും പെണ്ണിനും പറ്റാത്തതാണ്. നഖം മുറിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ ആർക്കും പറ്റാത്തതാണ്. പിന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവരും സൂക്ഷിക്കണം, അതൊക്കെ ഒഴിവാക്കണം. ഇത്രയാണ്. ഓക്കെ. ആയിരിക്കും. പ്രമാണത്തിലുള്ളൂ. നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിശ്ചയിച്ച് തന്നിട്ടുള്ള സ്ഥലത്തിന് ആ സ്ഥലം കടന്നു പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നാണല്ലോ. മനസ്സിലായില്ലേ? ആ സ്ഥലം ഒറ്റപ്പാലത്ത് നിന്നാണ് നമ്മളോട് പറഞ്ഞ, ഒറ്റപ്പാലം എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. ഒറ്റപ്പാലം കഴിഞ്ഞ് ഇഹ്റാം പ്രവേശിക്കാണ്ട് പോയരുത് എന്നേ ഉള്ളൂ. ഒറ്റപ്പാലം ഉദാഹരണം പറഞ്ഞാണേ. അവിടെ ഹജ്ജ് ക്ലാസ്സിന് പോയപ്പോൾ ഒറ്റപ്പാലത്ത് നിന്നാണ് ഇഹ്റാം ചെയ്യണേന്ന് പറയരുത്. അപ്പോൾ യലംലം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുന്നേ ഇഹ്റാമിൽ പ്രവേശിക്കാം, അത് വിട്ട് കിടക്കരുത് എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ മീഖാത്തിനകത്ത് ചെന്ന് ഇറങ്ങിയാൽ നമ്മൾ എന്ത് തന്നെയാണ്, ഇഹ്റാമിലുള്ള ആളാണ്, മുഹരിമാണ് എന്നർത്ഥം. ചെയ്യാലോ, വീട്ടിൽ നിന്നും ചെയ്തിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഓക്കെ.
ഇനി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളുടെ മന്ത്രം തൽബിയത്താണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളുടെ മന്ത്രം തൽബിയത്താണ്, ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന. ആ തൽബിയത്ത് അയാൾ എവിടം വരെ എന്ന് ചോദിച്ചാൽ അയാൾ മതാഫിൽ ഇറങ്ങുന്നത് വരെ അയാളുടെ മന്ത്രം അതാണ്. ഉംറയ്ക്ക് വേണ്ടി തവാഫ് ചെയ്യാൻ മതാഫിൽ ഇറങ്ങുന്നത് വരെ ഉള്ള സമയം തൽബിയത്ത് ചൊല്ലി. അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അപ്പോൾ തന്നെ നമ്മൾ വേറെ എവിടെ എത്തിയില്ലേ? ഇൻഷാ അല്ലാഹ്. ഇതായിരിക്കണം നമ്മുടെ മന്ത്രം. പുരുഷന്മാർ അല്പം ശബ്ദം ഉയർത്തിയും സ്ത്രീകൾ അവരും അവരുടെ കൂട്ടുകാരിയും അടുത്തുള്ള കൂട്ടുകാരി കേൾക്കുന്ന രീതിയിലും ഉള്ള ഒരു സാധനം. എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴും ചൊല്ലണം എന്ന് പറഞ്ഞാൽ സാധ്യമാവുന്ന. ഇപ്പം നമ്മൾ തൽബിയത്ത് ചൊല്ലി, പക്ഷെ ഇപ്പം ചൊല്ലിയത് എന്തല്ല, അതിൻ്റെ സമയത്തുള്ള തൽബിയത്തല്ല, ഇതൊന്ന് അറിയാനും പഠിക്കാനും വേണ്ടിയുള്ള തൽബിയത്താണ്. അപ്പം ഇഹ്റാമിലായിരിക്കെയാണ് യഥാർത്ഥത്തിൽ തൽബിയത്തിൻ്റെ സമയം എന്നതുകൊണ്ട് ആ സമയത്ത് ഇത് പരമാവധി ചൊല്ലണം, പിന്നെ ചൊല്ലാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അല്ലാഹുവേ, ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വരികയാണ്, അല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇന്നൽ ഹംദ, സ്തുതിയായിട്ടുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, ഇനിയൊന്നും ബാക്കിയില്ല. അൽ ഹംദ് എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതിയും, വന്നിഅമത, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്. എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്. വൽ മുൽക്ക്, എല്ലാ അധികാരവും നിനക്കാണ്. ലക വൽ മുൽക്ക് ലാ ശരീക ലക്, അതിലൊരു പങ്കാളിയും ഇല്ല. അധികാരം ഉണ്ടെന്ന് പല ആൾക്കാരും ഇങ്ങനെ പറയും, അതിനാ സ്വന്തവും പറയും മറ്റുള്ളവരും പറയും. പക്ഷേ അതൊക്കെ വെറും വർത്താനാണ്. അധികാരം ആർക്കാ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വീണ്ടും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇത് ഒരു ഹാജി ഇവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ തുടങ്ങി പറഞ്ഞ് ഉംറ മതാഫിൽ ഇറങ്ങുന്നവരെ അത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആരെ പഠിപ്പിക്കുന്നത്? ആരെ പഠിപ്പിക്കുന്നത്? അവനാനെ പഠിപ്പിക്കുകയാണ്, വേറൊരാളെ പഠിപ്പിക്കുകയല്ല, സ്വന്തത്തെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പോണത് കേട്ടിട്ടില്ലേ? പ്രകടനം ഇപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ എങ്ങനെയാ നിങ്ങളറിഞ്ഞോ നാട്ടാരെ? അപ്പോൾ ബേക്കിലുള്ളവർ നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിന്നെ ഇയാൾ തന്നെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ, അപ്പോൾ ബേക്കിലുള്ള നിങ്ങളറിഞ്ഞോ നാട്ടാരെ. എന്താണെന്ന് അറിയണതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രകടനം അങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കടയിലുള്ളവന് എന്താണാവോ അറിഞ്ഞത്, അപ്പോൾ എന്താ അറിഞ്ഞതെന്നൊന്നും പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാണ് ആ പരിമിതി. വിളിച്ചു പറയുന്ന ആൾക്കോ? ഒരങ്ങാടിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ അയാൾ പ്രകടനമായി നടന്നു പോയപ്പോൾ ആദ്യാവസാനം ആ മുദ്രാവാക്യം മുഴുവനും എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് വന്ന ഒരുത്തനോട് പിന്നെ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഓൻ എന്ത് ചെയ്യും? അതിൽ ഉറച്ച് നിന്നിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. ഇത് വേറെ ആളെ പഠിപ്പിക്കാനല്ല. എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹവും എല്ലാ അധികാരവും റബ്ബേ നിനക്കാണ് എന്ന് അവനവനെ പഠിപ്പിക്കുന്നതാണ് തൽബിയത്ത്. അത് പഠിക്കാതെ അത് ചൊല്ലി വന്നിട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് ഹാജിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. സ്വന്തത്തെ അത് പഠിപ്പിക്കൽ, അത് അതിൻ്റെ ആത്മീയ വശമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി ഇവിടം വിട്ടു. അപ്പോൾ ഫ്ലൈറ്റിൽ പോയി അവിടെ ഇറങ്ങി, ജിദ്ദയിൽ ഇറങ്ങി. ഇനി അതല്ല മദീനത്ത് നിന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ ബൈ റോഡാണെങ്കിൽ അവിടെ നിന്നും മദീനക്കാരുടെ മീഖാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ മക്കത്തെത്തി. ഇഹ്റാമിലാണുള്ളത്, ഉംറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇഹ്റാം. നമ്മളിനി റൂമിലേക്ക് പോകാം, ലഗേജുകളൊക്കെ അവിടെ വെക്കാം, ഫ്രഷ് ആവാം, എന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇഹ്റാമിലാണെന്ന ബോധം ഉണ്ടാകണം.
അവിടെ ചെന്ന പാട് ഷേവിങ് സെറ്റ് എടുത്ത് പോയിട്ട് എന്താക്കരുത്, ഷേവ് ചെയ്യാനും അങ്ങനത്തെ പണിക്ക് മെനക്കെടരുത്. ചില ആൾക്കാർക്ക് ഒരു തോർത്തുകൊണ്ട് കിട്ടിയാൽ ഉടനെ തലയെ കെട്ടണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാൻ ഇഹ്റാമിലാകുന്നു, നിങ്ങൾക്ക് ലേശം കിടക്കണം എന്ന് തോന്നി, ഒന്നായിട്ട് മൂടി പൊതിച്ച് കിടക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇഹ്റാമിലാണെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ വസ്ത്രം മാറി വേറെ വസ്ത്രം എടുക്കാം എന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ തവാഫിലേക്ക് പ്രവേശിക്കുകയാണ്. തല തോർത്തുന്നതിന് കുഴപ്പമില്ല, കൊട ചൂടുന്നതിന് കുഴപ്പമില്ല, ബിൽഡിങ്ങിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നതിന് കുഴപ്പമില്ല, അന്ന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പിട്ടമാതിരി പാടില്ല. അപ്പം നമ്മൾ തവാഫിലേക്ക് പോവാണ്. തവാഫ് നടത്തുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെയൊക്കെ മതാഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ കഅബയുടെ ചുറ്റും ഉള്ള സ്ഥലമാണ് മതാഫ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴൊക്കെ നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നതാണ് കഅബയുടെ ചുറ്റിലുമുള്ള ആ പള്ളി. സാധാരണ നിലയിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യുക, വലതുകാല് വെച്ച് പ്രവേശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലേ? അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക. അതിൻ്റെ ഏറ്റവും ചെറിയതാണ്. അതിൻ്റെ പൂർണ്ണമായ നിലയിൽ നമ്മളെ പുസ്തകങ്ങളിലും ഗൈഡുകളിലൊക്കെ അതുണ്ടാവും. ഒക്കെ പഠിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നില്ല. മനസ്സിലായില്ലേ? പള്ളിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. സാധ്യമാണെങ്കിൽ ബാബുസലാമിലൂടെ കയറാം. അങ്ങനെ സാധ്യമല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് തവാഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പള്ളിയിൽ ചെന്നു. നമ്മൾ കഅബ കണ്ടു. കഅബ കാണുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ കഅബ കണ്ടിട്ട് സകല പ്രാർത്ഥനയും മറന്നുപോയി. ബേജാറൊന്നും ആകണ്ട, ചെല്ലൽ നിർബന്ധമുള്ള, ഞാൻ പറഞ്ഞു, ഒറ്റ വരി പോലും നമ്മളെ ഉംറയിലും ഹജ്ജിലും ഇല്ല. പക്ഷേ സാധ്യമാവുന്ന ആൾക്കാരൊക്കെ അത് പഠിച്ച് ചെല്ലാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ മതാഫിലേക്ക്, തവാഫ് ചെയ്യുന്നിടത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഈ സംഗതി എന്ത് ചെയ്യുക, പുരുഷന്മാർ എന്ത് ചെയ്യുന്നു, അവരുടെ ഇഹ്റാം വസ്ത്രം ഇങ്ങനെ ധരിക്കുന്നു. ഈ വലത് കൈ പുറത്ത് കാണുന്ന രീതിയിൽ ധരിക്കുന്നു. ഇപ്പം ഞാൻ കുപ്പായ ഇട്ടതുകൊണ്ടാണ്. പക്ഷേ അന്നേരം കുപ്പായ ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ ധരിക്കും. ഇതിന് ഇൽത്തിബാ എന്നാണ് പറയാൻ. പേരെന്തോ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ധരിക്കുന്നു. അങ്ങനെ ധരിച്ച് കൊണ്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ധരിക്കുന്നത് എല്ലാ തവാഫിലും ഇല്ല. എല്ലാ തവാഫിലും ഇല്ല. അവിടെ ഇപ്പം നമ്മൾ മക്കത്ത് താമസിക്കുമ്പോൾ അന്ന് പോയിട്ടൊന്ന് തവാഫ് ചെയ്ത് തരാം എന്ന് തോന്നുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ ഇറാം ഡ്രസ്സ് തന്നെ വേണ്ടല്ലോ. സാധാരണ തവാഫ് ചെയ്യാൻ ഇറാം ഡ്രസ്സ് തന്നെ ആവശ്യമില്ല. ഇത് നമ്മൾ ഉംറയുടെ തവാഫ് എന്ന നിലക്കാണ് പോയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ധരിക്കും. അപ്പോൾ മതാഫിൽ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത്, ഈ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹജറുൽ അസ്വദിൻ്റെ എടുത്തു വെച്ചാണ്. അപ്പോൾ ഹജറുൽ അസ്വദിനോട് ചേർന്ന് അവിടെ പോയി അതിനെ ചുംബിച്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ കൈകൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതിനും കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു കഅബയോട് സങ്കല്പിച്ചാൽ എന്നല്ല, എന്നാലും അങ്ങനെ സങ്കല്പിച്ചാൽ ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത് എന്നും വിചാരിച്ചാൽ നമ്മൾ നേരെ ആ ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്താൻ പറ്റുമോ നോക്കുന്നു. അടുത്തെത്താൻ പറ്റുന്നില്ലെങ്കിൽ എത്ര അകലത്തായാലും തവാഫ് ചെയ്യുന്ന മതാഫിനകത്തായിരിക്കണം. പള്ളീൻ്റെ പുറത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മതാഫിൽ നിന്ന് നമ്മൾ അവിടേക്ക് കൈ കാണിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ പിന്നെ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 3 റൗണ്ട് പുരുഷന്മാർക്ക് ഒരു റംല് നടത്തം എന്ന് പറഞ്ഞിട്ടൊരു നടത്തം സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ കാലൊക്കെ അടുപ്പിച്ച് ഒരു 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 ഉഷാറിൽ, അത് മുമ്പിലുള്ള ആൾക്കാരും തിരക്കും കാരണം ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ല. ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒന്ന് നല്ല ഉഷാറായിട്ട് നടക്കുക സാധ്യമാണെങ്കിൽ. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, കഅബ നമ്മുടെ ഇടതുവശത്തായിരിക്കണം എന്നതാണ്. കഅബ എവിടെ ആയിരിക്കണം?
ഇടതുവശത്തായിരിക്കണം. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇടതു ഭാഗത്താണ് കഅബ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ ഇടതു ഭാഗത്തായിരിക്കണം കഅബ ഉണ്ടാവേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലേ? വേണ്ട എന്നല്ല ഇപ്പം ഞാൻ പറഞ്ഞേ. ഇടതുവശത്തായിരിക്കണം കഅബ. വലതുവശത്ത് വരൂലല്ലോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ഇടതുവശത്താവണം തീരുമാനിച്ചത് കൊണ്ടാണ്. ഒരാൾക്ക് ഇങ്ങനെ നടന്നുകൂടെ? അപ്പൊ ഏത് വശത്താവും? വലതുവശത്തല്ലാവോ? അങ്ങനെ നടക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇടതുവശത്താവണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേ ചുറ്റാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങോട്ടൊക്കെ നല്ല ഒഴിവ് കാണുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പോകാൻ പറ്റൂല. ഒന്ന്. രണ്ടാമത്തത്, കഅബയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെയും പോയരുത്, ഇങ്ങനെ പോയരുത്. കഅബല്ലേ നമ്മളെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്ന അത്രയും കാലം നമ്മൾ നിസ്കരിക്കുമ്പോൾ കണ്ട കഅബ, എന്നാൽ പിന്നെ അതിനെ തന്നെ നോക്കട്ടെ, നോക്കിയാൽ പുണ്യം കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരാൾ കഅബയെ തന്നെ നോക്കിയിട്ട് തവാഫ് ചെയ്യരുത്. കഅബ അവിടെ ഉണ്ടായിക്കോട്ടെ. ഇപ്പം കഅബയെ നോക്കുക, കഅബയെ പോയിട്ട് തൊടുക, ഈ കാര്യങ്ങളൊക്കെ തവാഫിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല. അപ്പോൾ നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിക്കേണ്ടത്? കഅബയുടെ നേരെയാണ്. അപ്പോൾ തവാഫിൻ്റെ ഇടയിൽ നിസ്കാരം വന്നു, അവിടെ ഇഖാമത്ത് കൊടുത്താൽ നമുക്ക് നിസ്കരിക്കാം. പക്ഷെ അപ്പം നമ്മൾ കഅബയെ എന്ത് ചെയ്യുന്നുണ്ട്? കഅബേൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ കഅബേൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് നടക്കുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? അവിടെ നിൽക്കുകയാണ്, നിസ്കാരത്തിന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിൽക്കുന്നതിന് കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ നടക്കാൻ പാടില്ല. നടക്കുമ്പോൾ നമ്മൾ ഇടതു ഭാഗത്തായിരിക്കണം കഅബ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരികയാണ്. ഇപ്പം തിരക്ക് വന്നു, അപ്പം അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ വേറെ അങ്ങോട്ട് ഇങ്ങനല്ല പോകേണ്ടത്, ഇങ്ങനെ തന്നെ പോകണം എന്നർത്ഥം. അപ്പം ഇങ്ങനെ ചുറ്റുകയാണ്. അപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങേയും കാണിച്ച് തുടങ്ങിയിട്ട് ഉള്ള പ്രാർത്ഥനകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നിസ്കാരം പോലെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നവരെ ചെല്ലാനുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചതുപോലെ നമ്മൾ തവാഫിൽ ഓരോ ചുറ്റിലും ഇങ്ങനെ ചെല്ലേണ്ടതായ സംഗതി വളരെ പാക്ക്ഡ് ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതും അള്ളാഹിനോട് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ഈമാനം ബിക് വ തസ്ദീഖൻ ബികിതാബിക് വ വഫാഹൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കാം, ഓർമ്മയുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിന്നും വരികയാണ് നല്ലത്. നമ്മളെ ഉള്ളിന്നും വരുന്ന ദുആക്കാണ്. അതല്ലാതെ നമ്മൾ ഒരാളിങ്ങനെ അല്ലാഹുമ്മ ഈമാനൻ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമുക്ക് എന്തുണ്ടാവില്ല? നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചാൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന ഇതിൻ്റെ അകത്തുണ്ട്. ഇതിങ്ങനെ പോകുമ്പോൾ ആളുടെ ശ്രദ്ധ മുഴുവനും എങ്ങോട്ടായിരിക്കും? ഇതിലായിരിക്കും. എങ്ങാനും ആ പുസ്തകം കയ്യിൽ നിന്ന് വീണ് പോയാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പോയിക്കോട്ടെ നിൽക്കുമോ? ഇല്ല. ആ പുസ്തകം ഹജ്ജ് ക്യാമ്പിൽ നിന്ന് കിട്ടിയാണ്, അല്ലെങ്കിൽ മൂത്തം ഹജ്ജിന് പോയി വന്നപ്പോൾ തന്ന ബുക്കാണ്, അത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. ഈ ബുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കുനിയും. ഇത് കുനിയുമ്പോൾ എന്ത് സംഭവിക്കും? തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അപകടം പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും മെനക്കെടണ്ട. കഴിയുന്നിടത്തോളം നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചോളി. പിന്നെ എയർപോർട്ടിലൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും, അന്നേരമൊക്കെ പഠിക്കാം. എന്നിട്ട് അറിയുന്നത് ചൊല്ലുക. അങ്ങനെ നമ്മൾ ഹജറുൽ അസ്വദ് മുതൽ ഇങ്ങനെ പോയി ആ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി. അപ്പോൾ മഖാം ഇബ്രാഹിം ഉണ്ടാകും, കഅബയുടെ വാതിലുണ്ടാകും. ആ കഅബയുടെ ഹജറുൽ അസ്വദിൻ്റെയും കഅബയുടെ വാതിലിനിടയിലുള്ള സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. ഒക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പം നമ്മൾ തവാഫിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു. അങ്ങനെ പോയി എവിടെ എത്തുന്നു? നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ മൂല അവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള മൂലയിലെത്തുന്നു. ആ മൂലക്കാണ് റുക്കുനുൽ യമാനി എന്ന് പറയാം. യമൻ ഭാഗത്തേക്കുള്ള മൂല എന്നേ അതിനർത്ഥമുള്ളൂ. അതിൻ്റെ മുമ്പ് ഇറാഖ് മൂലയുണ്ട്, ഷാം മൂലയുണ്ട്. ഒക്കെ കടന്നോട്ടെ, അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം ഈ ഹജറുൽ അസ്വദിൻ്റെ അടുത്തുനിന്ന് തുടങ്ങി, ഇവിടുന്ന് തുടങ്ങി
ഇവിടെ എത്തിയാൽ ഇവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള, നിങ്ങളൊക്കെ പോയ ആൾക്കാരാ എല്ലാവരും, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. തീരെ പോകാത്തവർക്ക് അതൊക്കെ പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ അടിയിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയിൽ കാണാം ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ പുറമേ കൂടെ തന്നെ നമ്മളിങ്ങനെ പോകുന്നു. പോയിട്ട് ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ പറഞ്ഞ സ്ഥലം ഇവിടെ എത്തുന്നു. ഇതിനിടയിലുള്ള സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന ചൊല്ലാം. അങ്ങനെ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിൽ തന്നെ എത്തി. എത്രയായി? എത്ര തവാഫായി? തവാഫായിട്ടില്ല, ഒരു ചുറ്റായിട്ടുള്ളൂ. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പോവാ. രണ്ട് പൂർത്തിയായി. വീണ്ടും പോവാ. 3, 4, 5, 6, 7 പൂർത്തിയായാൽ എത്ര തവാഫായി? ഒരു തവാഫായി. ഈ തവാഫിന് ശുദ്ധി നിർബന്ധമാണ്. ശുദ്ധി എന്ന് പറയുമ്പോൾ വലിയ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല, ചെറിയ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. വുളു വേണം. വുളുവോടുകൂടി അല്ലാതെ തവാഫില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അതിനിടയിൽ വുളു നഷ്ടപ്പെട്ടാൽ എന്താ നമ്മൾ ചെയ്യുക? പോയി വുളു എടുത്തിട്ട് വരണം. പോയി വുളു എടുത്ത് വരണം. ഇത് ഈ വുളു നഷ്ടപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം തറാവീഹ് നിസ്കാരം 8 20 എത്ര ആയാലും ഈരണ്ടല്ലേ നിസ്കരിക്കുക? ആണോ അല്ലേ? ആണ്. 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ വുളു നഷ്ടപ്പെട്ടാൽ പോയി വുളു എടുത്ത് വന്നാൽ പിന്നെ നിങ്ങൾ എത്ര നിസ്കരിക്കുക? ആ നിസ്കരിച്ച 2 പിന്നെ നിസ്കരിക്കണോ? വേണ്ട, ബാക്കി നിസ്കരിച്ചാൽ പോരെ. 4 റക്അത്ത് നിസ്കരിച്ച് 5-ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ച് അവിടുന്ന് വുളു പോയെങ്കിൽ എത്ര റക്അത്ത് നമുക്ക് കിട്ടി? 4 കിട്ടി. പക്ഷെ ആ വുളു നഷ്ടപ്പെട്ടാൽ 2 റക്അത്ത് കിട്ടുമോ? കിട്ടൂല. ക്ലിയർ അല്ലേ? ഇതുപോലെ നമ്മൾ ഹജറുൽ അസ്വദ് തുടങ്ങി ഒരു ചുറ്റ് കംപ്ലീറ്റ് ആയാൽ അത് കംപ്ലീറ്റ് ആയത് തന്നെ. 2-ാമത്തെ ചുറ്റിൻ്റെ പാതിയിൽ വെച്ച് വുളു നഷ്ടപ്പെട്ടാൽ നമുക്ക് കംപ്ലീറ്റ് ആയതേ പരിഗണിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 2-ാമത് പോയി വുളു എടുത്ത് വന്നിട്ട് കംപ്ലീറ്റ് ആയ എണ്ണം പരിഗണിക്കുകയും മറ്റേത് മുക്കാഭാഗത്തെത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആദ്യം മുതൽ തന്നെ തുടങ്ങുകയും ചെയ്യും. ഇപ്പം സാധാരണ വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അതിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയാന്ന് പറയുന്ന മദ്ഹബ് നമ്മൾ തൽക്കാലം അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും. കാരണം അവിടെ പെണ്ണുങ്ങൾക്ക് വേറെ കഅബയും തവാഫും ആണുങ്ങൾക്ക് വേറെ കഅബയും തവാഫും ഇല്ല, ഒന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? അങ്ങനെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് പ്രായോഗികമായ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത മദ്ഹബുണ്ട്, അത് സ്വീകരിക്കാം. അപ്പോൾ പെണ്ണിനെ തൊട്ടാൽ വുളു മുറിയുന്നു എന്നുള്ളത് ആ മദ്ഹബ് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? വേണ്ടെന്ന് വെക്കും. പെണ്ണിനെ തൊട്ടാൽ വുളു മുറിയൂല, മറ്റ് മാനസികാവസ്ഥയിൽ ലൈംഗിക വികാരത്തോടു കൂടി തൊട്ടാലോ സ്ത്രീകളുമായി പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാലേ വുളു മുറിയുന്നുള്ളൂ എന്ന മദ്ഹബാണ് നമ്മളവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കാരണത്താൽ വുളു മുറിഞ്ഞു എന്ന് ബേജാറാവണ്ട, ബാക്കി കാരണങ്ങളൊക്കെ ബാധകമാണ്. ഓക്കെ. അങ്ങനെ 7 തവണ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു തവാഫ് പൂർത്തിയായി. നിങ്ങളെന്തോ ചോദിച്ചോ? ഇൽത്തിബാ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ. അപ്പോൾ തവാഫ്, അപ്പോൾ ഉംറക്ക് ഇഹ്റാമും കഴിഞ്ഞു, തവാഫും. പക്ഷെ തവാഫ് പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. തവാഫിൻ്റെ ഒരു സുന്നത്തുണ്ട്, തവാഫിനോട് ചേർന്നിട്ടുള്ള സുന്നത്തുണ്ട്. അത് മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കലാണ്. മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? അതിൻ്റെ തൊട്ട് പിറകിൽ തന്നെ ഒന്നുമില്ല, ആ റൗണ്ടിൽ എവിടെയും നിൽക്കാം. സാധ്യമായിട്ടില്ലെങ്കിൽ പുറത്തും നിൽക്കാം, അതും കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പുറത്തു നിൽക്കാം, അതിന് കുഴപ്പമില്ല. 2 റക്അത്ത് നിസ്കരിക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും ഓരോ റക്അത്തിൽ അല്ലേ? ആദ്യത്തിൽ കാഫിറൂൻ, 2-ാമത്തിൽ ഇഖ്ലാസും ചൊല്ലുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക.
അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്ക് വേറെ പറഞ്ഞുതരാം. ഈ എണ്ണം തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എന്താ നിങ്ങൾ ചെയ്യുക? എണ്ണം തെറ്റിപ്പോകാണ്ടിരിക്കാൻ ഒരു മുത്തുമണി ഉള്ള അല്ലേ, എന്നിട്ട് ഇങ്ങനെ ഒന്ന് നീക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടതിനോ നീക്കുക അങ്ങോട്ടതിനോ നീക്കിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ആവും അല്ലേ. അങ്ങോട്ട് നീക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടതിനോ നീക്കിയാവണം. അപ്പോൾ ഞാൻ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്, അത് കിതാബിലുള്ള ഒന്നുമല്ല. പിന്നെ ഞാനിപ്പോൾ ഈ തുണി അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ ടെക്നിക്ക് കാണിച്ചെന്ന മാതിരി ഉള്ളൊരു ചെറിയൊരു ഒരു ടെക്നിക്കാണ്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അത് എന്തല്ല, പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഘടകമൊന്നുമല്ല. ഞാൻ സ്വീകരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഓരോ ചുറ്റിലും ആർക്ക് വേണ്ടിയുള്ള ദുആണ് ആദ്യം തന്നെ തീരുമാനം എടുക്കും. അപ്പോൾ ആദ്യത്തെ ചുറ്റിൽ എനിക്കും വേണ്ടി തന്നെ ഉള്ള ദുആ, എനിക്കും എൻ്റെ പാപം പൊറുക്കുവാനും ഞാൻ എൻ്റെ ഈമാൻ നന്നാവാനും ഞാൻ നന്നാവാനും എനിക്ക് സ്വർഗം കിട്ടാനും ഞാൻ തന്നെ എനിക്കും വേണ്ടിയുള്ള ദുആ. രണ്ടാമത്തെ ചുറ്റിൽ എൻ്റെ ഉമ്മക്കും പാപ്പക്കും വേണ്ടിയുള്ളത്. മൂന്നാമത്തെ ചുറ്റിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. അടുത്ത ചുറ്റിൽ നമ്മളോട് ഇങ്ങോട്ട് അജ്ജിന് പോകാന്ന് പറഞ്ഞ മുതലേ തുടങ്ങിയിട്ടില്ലേ തോർക്കണേ അത് ഇത് എന്നൊക്കെ പറഞ്ഞതൊക്കെ. പിന്നത്തെ ദുആയിൽ പിന്നെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി, ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ ഒരു 1 2 3 4 5 ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ ദുആ ചെയ്യാൻ പറഞ്ഞ പോലെ അതൊന്നും മറന്നും പോകൂല. ഇപ്പോൾ മൂന്നാമത്തതിനോ നാലാമത്തതിനോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ആർക്കും വേണ്ടി അത് ഓർക്കണമെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ നമ്മളെത്തുന്നുണ്ട് ഇപ്പം നമ്മൾ ദോർക്കണത് കുടുംബത്തിനും കുട്ടികൾക്കും വ്യാപാരക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്രാമത്തെ ചുറ്റിലാണ്? ഓർമ്മ. പിന്നെ തെറ്റുമോ? തെറ്റൂല. അതൊക്കെ ചെറിയ ചെറിയ ബളാണ്. ഇനി ഇതൊക്കെ ആയിട്ടും തെറ്റിപ്പോയി വിചാരിച്ചോ, 3 ആണോ 4 ആണോ അല്ല 5 ആണോ 6 ആണോ എന്ന് വിചാരിച്ചു പോയാൽ അപ്പം നമുക്ക് ഉറപ്പുള്ളത് എടുക്കണം. ഉറപ്പുള്ളത് ഏതാ? 5 6 എന്ന് സംശയമായാലും ഉറപ്പുള്ള ഏതാ? 5. അതേതായാലും ഉറപ്പല്ലേ അല്ലേ? അല്ലെ 4 ആണോ 3 ആണോ എന്ന് സംശയിച്ചാൽ 3 ഏതായാലും ഉറപ്പാണ്. ഇങ്ങനെ ഉറപ്പുള്ളത് എടുക്കുക, ഉറപ്പില്ലാത്ത വിടുക. അങ്ങനെ 7 എണ്ണം ചുറ്റും. അതിന് ശേഷം നിസ്കരിച്ചു. ആ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്തു. അതിനുശേഷം അവിടെ സംസം ഉണ്ടാവും. ആ സംസം എടുത്ത് കഅബയുടെ നേരെ നിന്ന് കുടിക്കുക. സംസം എടുത്ത് കഅബയുടെ നേരെ നിന്ന് കുടിക്കുക. അതിന് അങ്ങനെ സംസത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്, നിന്ന് കുടിക്കാൻ. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ഉണ്ട്, നമ്മളെ വിഷയമല്ല. അപ്പോൾ കഅബയുടെ നേരെ നിന്ന് നോക്കി കുടിക്കുക. അങ്ങനെ അതിന് ശേഷം പിന്നെ പ്രാർത്ഥിക്കുക. സംസം കുടിച്ചതിന് ശേഷം ഉള്ള പ്രാർത്ഥന വളരെ പ്രത്യേകതയുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്, അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ അതല്ലാത്ത പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കും. തവാഫൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഒരല്പം നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ഒന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. അടുത്തത് സഅയാണ്. അപ്പോൾ സഅി പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ കൂടെയുള്ളവരെ കാത്തു നിൽക്കാം. മനസ്സിലായോ? എല്ലാവരും ചുറ്റി കഴിഞ്ഞ് വന്നിട്ടില്ല, ഓള് ഇതേടെ പോയി ബേജാറൊന്നും ആകണ്ട, ഓള് വന്നോളൂ. അപ്പം അങ്ങനെ കാത്തു നിന്നിട്ടൊക്കെ പോവാം, അതിനൊന്നും കുഴപ്പമില്ല. ഇടാം. സഅയിലും ഇൽത്തിബാ സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തത് സഅയിന് വേണ്ടി പോവാണ്. അപ്പോൾ ആ സഅയിലേക്ക് പോകുമ്പോൾ നല്ല ചോദ്യമാണ്. അതായത് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഒതു വേണോന്നാണ്. വേണ്ട. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒതുണ്ട്, അതിൻ്റെ ശേഷം ഒതു പോയൊന്നും നമുക്ക് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇഹ്റാമിൽ പ്രവേശിക്കാൻ ശുദ്ധി നിർബന്ധമില്ല. വലിയ ശുദ്ധിയുള്ളവർക്കും ഇഹ്റാമിൽ പ്രവേശിക്കാം.
ഇപ്പം ഹൈലുള്ള പെണ്ണുങ്ങൾക്ക് അശുദ്ധിയോടുകൂടി തന്നെ എന്ത് ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. അപ്പോൾ ഒളുവിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ അങ്ങനെ പോയാൽ പിന്നെ നിസ്കരിക്കണ സമയത്ത് എന്ത് ചെയ്താൽ മതി, ഒളു എടുത്താൽ മതി. പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകേണ്ടി വരൂലേ. അപ്പം ഇന്നിപ്പോൾ ഇവിടുന്ന് യാത്ര പോയിട്ട് നാളെ രാവിലെയൊക്കെ അവിടെ അപ്പം ബാത്റൂമിലൊക്കെ പോവാം, അങ്ങനെ നിസ്കരിക്കും. തവാഫിന് ഒളു വേണം. തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യണമെങ്കിൽ ഒളു നിർബന്ധമല്ല, സുന്നത്തുള്ളൂ സഅയിന്. ഒതൊക്കെ ഉണ്ടായാൽ നമുക്കൊരു ഉറപ്പാണ് അങ്ങനെ. അപ്പോൾ സഅയ് എന്ന് പറയുന്നത് എന്താണ്? തവാഫ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കഅബയുടെ ചുറ്റും 7 തവണ നടക്കുക. ആദ്യത്തെ 3 എണ്ണം റംല് നടത്തമാവുക. നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കുക. ഒന്നും മിണ്ടാതെ ഒരാൾ നടന്നാലും തവാഫ് സാധുവാകും. ഒന്നും മിണ്ടിയില്ല ഒരാൾ, ഹജറുൽ അസ്വദ് മുതൽ ഒന്നും മിണ്ടിയില്ല, 7 വട്ടം അങ്ങോട്ട് ചുറ്റി വന്നാലും എന്ത് തവാഫാൻ്റെ ഒന്നും ചോദിക്കണ്ട. കാരണം എന്താ, ചൊല്ലാന്ന് പറയുന്നത് അതിലെന്തല്ല സംഗതി. പക്ഷെ ഒരാൾ ഇവിടെ നിന്ന് എങ്ങാനും മെനക്കെട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ ഞാൻ തരാമെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ട് മിണ്ടാതിക്കണവനേക്കാൾ വലിയ നഷ്ടക്കാരൻ വേറെ ആരാ ഉള്ളത്? എന്തേ വന്ന് അങ്ങനെ പറഞ്ഞാൽ എന്തോ കിട്ടുമോ? കിട്ടൂല. അപ്പം ചോദിച്ചു വാങ്ങിക്കോളി പരമാവധി. എല്ലാ കറക്കത്തിലും എല്ലാ ചെയ്യാ. ഈ റബ്ബനാത്തിന് അവിടെ തന്നെ ചെല്ലാൻ പാടുള്ളൂ ഒന്നുമില്ല, ചെല്ലാം. ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, പിന്നെ ഒക്കെ ചെയ്യാം. ഞാൻ പറയുന്നത് നമ്മൾ ഈ അവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു കിതാബുണ്ട്, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇതിങ്ങനെ നോക്കി വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു എന്താ വരുത്, അതിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന. അത് വായിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വായിച്ചുകൊണ്ട് എന്തോ സംഭവിച്ചിട്ടല്ല. പക്ഷെ അത് നമ്മളൊരു മനസ്സില്ലല്ലോ അതിൻ്റെ അകത്ത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആരോ ഒരാളിങ്ങനെ ചൊല്ലിത്തരുന്ന ഒരു മുദ്രാവാക്യം പോലെ ഇങ്ങനെ. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനോട് എന്തും ചോദിക്കാനും പറയാനും അല്ലേ അള്ളാഹ് നമുക്ക് അന്നേരം പ്രത്യേകിച്ചൊരു പ്രാർത്ഥന നിർബന്ധമാക്കാഞ്ഞത്. നിങ്ങൾക്ക് ചോദിച്ചോളി ഞാൻ തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ സഅയിലേക്ക് പ്രവേശിക്കുകയാണ്. സഅയ് എന്ന് പറയുന്നത് സഫ മുതൽ മർവ വരെയുള്ള നടത്തമാണ്. സഫ മുതൽ മർവ വരെയുള്ള നടത്തമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സഫാ കുന്നിലേക്ക് കയറുന്നു. അങ്ങനെ കയറുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ല, ആ ആയത്ത് അത്രയെങ്കിലും ചെല്ലുക. ഇനി അല്ലെങ്കിൽ മുഴുവൻ അറിയെങ്കിലും മുഴുവൻ ചെല്ലുക, ഒന്നും ചെല്ലാൻ അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പറഞ്ഞല്ലോ, ചെല്ലലിൻ്റെ ഒരു സംഗതി. നമ്മൾ നേരെ സഫാ കുന്നിലേക്ക് പോകുന്നു. കുന്ന് എന്നൊക്കെ പറയുമ്പോഴുള്ള സംഭവം തീരെ പോകാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയാലും നമുക്ക് പോയ എല്ലാ ആൾക്കാർക്കും അറിയാം അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള കുന്നൊന്നും പാടില്ല, അതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളാണുള്ളൂ. ആ സഫാ കുന്നിലെത്തിയതിന് ശേഷം നേരെ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദ വനസറ അബദ വഹസമൽ അഹ്സാബ വഹ്ദ, ഇങ്ങനെയൊക്കെ ബുക്ക് നോക്കിയാൽ കാണാം. അതൊക്കെ പഠിച്ച് ആവുന്നത്ര ചൊല്ലാം. ഇനി എല്ലാം മറന്നു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മറന്നു പോവില്ലല്ലോ, അത് ചൊല്ലാം. എന്നിട്ട് സഫ മുതൽ നേരെ അങ്ങോട്ട് നോക്കിയാൽ മർവ നേരെ അപ്പുറത്ത് കാണാം. സഫ മുതൽ മർവ വരെ പോവാം, നേരിട്ട് പോക്ക്. അത് ഇടത്തെ ഭാഗം വലത്തെ ഭാഗം എന്നുള്ള പ്രശ്നമൊന്നുമില്ല, തിരിയുന്നതിന് പ്രശ്നമില്ല, അറിയുന്നതിന് പ്രശ്നമില്ല, തമ്മിൽ വർത്താനം പറയണതിന് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കാനും പാടെ പോകണ്ടല്ലോ. പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക പൂർണ്ണമായിട്ടും. ഒരു പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്തെത്തുമ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓടുക. അതാ ഞാൻ പറഞ്ഞത് വൈകുന്നേരം തുടങ്ങിക്കോളി. ഇല്ലെങ്കിൽ ഓടുക എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒന്ന് മറന്നുപോയ ആൾക്കാരുണ്ടാവും. ഒരാടെ പോയി ഓടിയാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, കൊളുത്തിപ്പിടിക്കും, കോച്ചിപ്പിടിക്കും, ഇങ്ങനൊക്കെ ആവും. അപ്പം ഇതൊരു നിർബന്ധ സംഗതി ഒന്നുമല്ല, ആവതില്ലാണ്ട് ഓടി പോകുമൊന്നും വേണ്ട. പക്ഷെ കഴിയുമെങ്കിൽ, കഴിവ് ഒരു പ്രധാന ഘടകമാണ് ഓടുക. പെണ്ണുങ്ങൾക്ക് അത് സുന്നത്തില്ല. ഇനി പിന്നെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചതിന് പോകുന്നത് മൂപ്പര് ഓടി, അപ്പോൾ അന്നേരം പെണ്ണുങ്ങളങ്ങ് ഓടിപ്പോയതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഓളും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഓടാതെക്കുകയാണെങ്കിൽ അതിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തായാലും സഫ മുതൽ ഇങ്ങനെ പോയി മർവയിലേക്ക് കയറുമ്പോഴും ഇപ്പറഞ്ഞ പോലെ തന്നെ ആയത്തൊക്കെ ഓതി അടച്ച്.
7 തവണ എന്നതിൽ 1 തവണയായി. ചെറിയൊരു വിഷയമുള്ള എന്താണെന്ന് വെച്ചാൽ, അജറുൽ അസ്വദ് മുതൽ അജറുൽ അസ്വദ് വരെ ആയിരുന്നു നമ്മൾ നേരത്തെ 1 എണ്ണിയത്. ചില ആൾ സഫ മുതൽ സഫ വരെ 1 എണ്ണിയാൽ സൈ തീർക്കാൻ കഴിയില്ല. കാരണം എപ്പോൾ നോക്കിയാലും അയാളെടുത്തു സഫയിലെത്തും. അപ്പോൾ സഫ മുതൽ മറുവയിലെത്തിയാൽ 1, മറുവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തിയാൽ 2, അവിടുന്ന് പിന്നെയും മറുവയിലെത്തിയാൽ 3. ഈ ഒറ്റ സംഖ്യ മുഴുവൻ എവിടെ ഇരിക്കും? മറുവയിലായിരിക്കും. സഫയിൽ നിന്ന് 1 എടത്തി മറുവയിൽ. ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോയപ്പോൾ എത്ര എത്തി? 2. ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ എത്തി 3. ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഇതിപ്പോൾ എത്രേനു എന്ന് ആലോചിക്കുമ്പോൾ മറുവയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഇരട്ട സംഖ്യ ഉണ്ടാവില്ല. മനസ്സിലായോ? 2 ആണോ 3 ആണോ നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടും എത്രാമത്താണെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ ഒടുവിൽ 7 എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ എത്തും? മറുവയിലെത്തും. 7. അപ്പോൾ 1 2 3 4 5 6 7 എടുത്തും മറുവയിൽ. ഇതിനിടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണേന് കുഴപ്പമില്ല, ആടെ ഇക്കാമത്ത് തോർത്താൽ നിസ്കരിക്കണേന് കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾ 7 എന്ന് പറഞ്ഞ് മറുവയിലെത്തി. അതോടെ സഴി കഴിഞ്ഞു. തവാഫിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ച പോലെ സഴിന് ശേഷം 2 റക്അത്ത് സുന്നത്തില്ല. അവിടെ ആൾക്കാർ ചെയ്യുന്നൊക്കെ പലതും കാണും, അതിനൊന്നും മെനക്കെടണ്ട. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഇഹ്റാം, തവാഫ്, സഴി, പിന്നെന്താണ്? മുടി മുറിക്കൽ. ഇതാള് പിന്നെ വേണ്ട മുടി മുറിക്കലാണല്ലോ ഞാൻ ചാടുന്ന് തന്നെ അങ്ങോട്ട് മുറിക്കും. ചെയ്യരുത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. മുടി ഔറത്തല്ലേ, അപ്പം ആ മക്കനൊക്കെ അങ്ങോട്ട് മാറ്റി അവിടുന്ന് തന്നെ മുറിച്ചാൽ എന്തായി? ഔറത്തൊക്കെ പുറത്താവും. അപ്പം പുരുഷന്മാർക്ക് തൊട്ടപ്പുറത്ത് ബാർബർ ഷോപ്പൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് മുടി നന്നായിട്ട് വടിക്കാം. ഹജ്ജിന് തൊട്ടടുത്ത ദിവസങ്ങളാണെങ്കിൽ മുടി വെട്ടാം, അല്ലെങ്കിൽ വടിക്കൽ തന്നെയാണ് നല്ലത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം റൂമിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി? മുടി ഒരു 3 വിരൽ ഉയരത്തിൽ ഇങ്ങനെ പിറകുന്ന് പിടിച്ചിട്ട് മുറിച്ചാൽ മതി. അതോട് കൂടിയിട്ട് നമ്മുടെ ഉംറ കംപ്ലീറ്റ് ആയി. പുരുഷന്മാരതും കഴിഞ്ഞു, സ്ത്രീകളതും കഴിഞ്ഞു. ഉംറ കഴിഞ്ഞു. സഈൻ്റെ ഇടയിൽ ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വന്നാൽ അയാൾ മൂത്രമൊഴിച്ച് വരിക, എന്നിട്ട് പൂർത്തിയാക്കിയ എണ്ണം അയാൾ എടുക്കുക. തൊട്ടപ്പുറത്ത് ബാത്റൂമുണ്ട്, പൂർത്തിയാക്കിയത് എടുക്കുക. അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ അറിയില്ല. നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നും സഹി നടത്തണം, നമ്മൾ നടത്തുന്നു. അന്നേരം ആജറാബിയെ നമുക്ക് ഓർമ്മയാ അൽഹംദുലില്ലാഹ് നല്ലത്. ആജറാബിവിനെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ സഹി ചെയ്യുക എന്നില്ല. ആജറാബിയുടെ ഇസ്മായിൽ നബിക്ക് പാല് കൊടുത്തുണല്ലോ, നമുക്ക് അവിടെ പോയിട്ട് കയ്യോ? അപ്പോൾ നമ്മൾ അമല് എന്തിനാണ്? ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്. നമ്മൾ പല ബുക്കുകളിലും വിശദീകരണങ്ങളിലും ഒക്കെ ഇതിൻ്റെ ഒരു ആത്മീയ വശവും ഇതിൻ്റെ ഒരു ചൈതന്യമൊക്കെ പറയാൻ വേണ്ടി അത്തരം സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തിനാ? അള്ളാഹ് പറഞ്ഞു നബി നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരും, നബി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്തോളിയും. ഖലാസ്, നമുക്ക് അത്രേ ഉള്ളൂ. കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു അമീറില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്, സർക്കാരിൻ്റെ ഇതിൽ പോയതാണ്, ആരും ബേജാറാവാനൊന്നും നിൽക്കണ്ട. ഉച്ചക്ക് 2-2 ളുഹറും അസ്റും ളുഹർ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നിസ്കരിക്കുക, ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അപ്പം ഇനി അഥവാ നിങ്ങൾ തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ ദുൽഹജ്ജ് 9 രാവിലെയോ അറഫയിലെത്തിയാൽ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളി. അത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ശരിക്ക് അറഫാ ദിനം എന്ന് പറയുന്നതിൻ്റെ പരമാവധി സമയം ഉപയോഗപ്പെടുത്തേണ്ടത്
ളുഹർ മുതൽ മഗ്രിബ് വരെയാണ്. അപ്പൊ രാവിലെ തന്നെ അവിടെ ചെന്നിട്ട് വമ്പിച്ച പ്രാർത്ഥന, ഭയങ്കരമായ സുന്നതസ്കാരം. ഇങ്ങനെ ആകുമ്പോൾ എന്താവും അറിയാം, ഉച്ചയോടുകൂടി ക്ഷീണിച്ച് ഉച്ചക്ക് ചോറും തിന്ന് സുഖമായിട്ട് അവിടെ ഉറങ്ങി മഗ്രിബാകുമ്പോൾ ആരോ വിളിച്ചോണത്തി നമ്മൾ പോരേണ്ടി വരും. എന്തേ ഇപ്പൊ ഇവിടെ നടന്ന്, അറഫായിരുന്നു അല്ലേ എന്ന് പറയേണ്ടി വരും. അതിന് മെനക്കെടണ്ട. അപ്പോൾ നമ്മൾ ഓരോ സമയത്തിൻ്റെയും മൂല്യം അറിഞ്ഞ് പെരുമാറണം. ഇപ്പം രാവിലെ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്രമിക്കാം, കുറച്ച് ഇരിക്കാം. ഇപ്പം നല്ല ചൂടൊക്കെ ഉണ്ടാവും, കൂളർ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് അനുഭവം ഉണ്ടാവുള്ളൂ, നമുക്ക് തണുപ്പൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ വെറുതെ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ഡിബേറ്റൊക്കെ വെക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മളുടേതായ അടക്കത്തിലും ഒതുക്കത്തിലും ഇരുന്ന് വേണേൽ കുറച്ച് ഉറങ്ങി, എന്നിട്ട് ളുഹർ ആകുമ്പോഴേക്ക് നമ്മൾ സജീവമാകും. ഇനി വിശ്രമമില്ല. ഇനി വിശ്രമിക്കുന്നവനോളം വലിയ വിഡ്ഢി വേറെ ഉണ്ടാവുകയില്ല. മിനേന്ന് അറഫയിലേക്ക് അസർ സാഹിബ് ഒരു 4-5 കിലോമീറ്റർ. അത് അങ്ങോട്ട് പോകാൻ മിക്കവാറും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ബസ്സൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിൻ സംവിധാനമൊക്കെ ഉണ്ടാവും, പ്രശ്നമില്ല. ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചൊരു വർത്താനം എനിക്ക് പറയാണ്ട്, അത് ഇങ്ങോട്ട് വരുമ്പം പറയാം. എന്തായാലും അറഫയിലേക്ക് നമ്മൾ എത്തി, വിശ്രമിച്ചു. ഉച്ചക്ക് ളുഹർ ബാങ്ക് കൊടുത്തു, നമ്മൾ നിസ്കരിച്ചു, ളുഹറും അസറും നിസ്കരിച്ചു. പിന്നെയുള്ള സമയമാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. നല്ലതുകൾ എപ്പോഴും നമുക്ക് പരീക്ഷണം കൂടിയാണ്. എല്ലാ നല്ലതുകളും പരീക്ഷണമായിരിക്കും. ഇപ്പോൾ ക്ലിയർ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ? പകുതി തഹല്ലുലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ ടെൻറ്റിലേക്ക് തിരിച്ചു പോയി നിങ്ങൾക്ക് വസ്ത്രമൊക്കെ മാറ്റാം, ഫ്രഷ് ആവാം, അതിനൊക്കെ ഉള്ള സംവിധാനം ഉണ്ട്. ഭക്ഷണം കഴിക്കാം. കാരണം അറഫേന്ന് ഉച്ചക്ക് എന്തോ തിന്നാണ്, വൈകുന്നേരം എന്തോ പോയി വെക്കുമ്പോൾ ഇട്ട് ജ്യൂസൊക്കെ കുടിച്ച്, പിന്നെ എല്ലാം കൂടി ഇൻസുലിൻ വെക്കാനും മറന്ന്, വെച്ച ആൾക്കാർക്ക് വെച്ചതുകൊണ്ട് കുടുങ്ങി, വെക്കാത്തവരെ ഗുളി എടുക്കാത്തതിൻ്റെ ടെൻഷനുണ്ടായി, ഇങ്ങനെല്ലാം കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കട്ടൻ ചായ മസ്റ്റായിരുന്നു, പക്ഷേ ഒരു ചൂടുള്ളതും രാവിലെ അവിടുന്ന് കിട്ടിയില്ല. ഇങ്ങനെല്ലാം കൂടി വന്നിട്ട് ഏറും കഴിഞ്ഞ് എന്താണ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുന്നതിനൊന്നും പ്രശ്നമില്ല. ഇനി അങ്ങനല്ല, നിങ്ങളിപ്പോഴും സന്നദ്ധനാണ്, നിങ്ങൾ എന്താ പറയുക, അത് പുതിയ ആൾക്കാരുമാരില്ല, പഴയ ആളാണ് ഞാൻ, നല്ല ഉഷാറുണ്ട് എനിക്ക് ഇപ്പോഴും, എങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് തലമുടി വടിക്കാം. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് തലമുടി വെട്ടാം. അതിന് ശേഷം നേരെ ഹറമിലേക്ക് പോകാം. പിന്നത്തെ ഒരു പണി അതാണ്. അപ്പം എന്തൊക്കെ ചെയ്തു? അക്ബേൽ പിന്നെ ജംറയിൽ എറിഞ്ഞു, ബലിയറുത്തു, മുടി മുറിച്ചു അല്ലെങ്കിൽ വടിച്ചു. പിന്നെയുള്ള പണി എന്താണ്? തവാഫ്. എന്ത് തവാഫാ? ഹജ്ജിൻ്റെ തവാഫ്. റുക്കിനുകളിൽ പെട്ടതാണ്, വളരെ പ്രധാനമുള്ളതാണ് തവാഫുൽ ഇഫാദ. തവാഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഇതിനും ബാധകമാണ്. തുടങ്ങേണ്ടത് എങ്ങനെ, നിൽക്കേണ്ടത് എങ്ങനെ, തിരിയേണ്ടത് എങ്ങനെ, എല്ലാം അതിനും ബാധകമാണ്. പക്ഷേ ഒറ്റ സംഗതി, നേരത്തെ തവാഫ് ഉംറയുടേതായിരുന്നു, ഇപ്പോഴത്തെ തവാഫ് ഹജ്ജിൻ്റെതാണ്.